ഹായ്, സുഖാണോ? സുഖം. എന്തോ ഭയങ്കര സീരിയസ് ആണോ? മൂഡ് ഔട്ട് ആണോ? അല്ല, അല്ലല്ലോ, അങ്ങനെയൊക്കെ ഉഷാറല്ലേ? തോന്നും, പക്ഷെ ഒരു ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. അഖില ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് ഈ ഒരു ഇതാണ് സായിബാബ. ബിന്നി മാം. ഹായ് അഖില കുട്ടി. ഹലോ. சௌக்கியமா? സൗഖ്യം. ഓക്കെ. சாப்பிட்டாச்சா? സോഫ്റ്റ്. இப்ப என்ன பாட்டு பாட போறே? അമ്പിളി കൊമ്പത്തെ പൊന്നുഞ്ഞാലി. അങ്ക രണ്ട് പുതിയ ഗസ്റ്റ് ഇருக்கு അവരെ பார்த்தாச்சா? നമ്മളിന്ന് മൊത്തം തമിഴിലോട്ട് പോകണം. ഭിന്നേച്ച് എപ്പോ വന്നാലും നമ്മള് ഒരു തമിഴിലോട്ട് കിടക്കും നമ്മള്. ശരി, അപ്പോ അതെ അവരുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അനുശ്വര ചേച്ചിയുടെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാമ ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നീ ബാമ ചേച്ചിയുടെ ഒരു പടം പറഞ്ഞേ. പക്ഷെ അവള് ചെയ്തത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. ഒരു തിരിച്ചു വ്യത്യാസം കാണിക്കാതെ രണ്ടുപേരും ഈക്വലി ട്രീറ്റ് ചെയ്യാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതിന് മുന്നിൽ ഞാനൊരു കൈയടി. അവള് ചിലപ്പോ ആ പടം കണ്ടിട്ടില്ല, പക്ഷെ ബാമ ചേച്ചിനെ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു. അത് വേണം. അത് ഓരോ ആർട്ടിസ്റ്റും നമ്മൾ അങ്ങനെ വേണം ഇതാക്കാൻ. അതെ എം ജി സാർ, അപ്പൊ രാഘമാഷ് ഇറ്റ്സിലാണ് ഇപ്പൊ അഖിലക്കുട്ടി പാടാൻ വന്നിരിക്കുന്നത്. മാഷിനെ കുറിച്ച് അപ്പൊ ഇന്ന് തൊട്ട് രാഘവ മാഷിന്റെ ഒരു റൗണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം രാഘവ മാഷിനെയൊക്കെ ആദ്യം ഞാൻ കാണുന്നത് നമ്മുടെ ഭാരത് ടൂറിസ്റ്റ് ഹോം BTH രഞ്ജിനി കാസറ്റിന്റെ ഒരു പാട്ട് പാടാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ആ വലിയൊരു ലെജൻഡിനെ കാണുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ സിനിമയെ പാടി എന്ന് പറയുന്നത് കടത്തനാടൻ അമ്പാടി എന്ന് പറഞ്ഞ, നിങ്ങൾ കണ്ടു കാണത്തില്ല, മീനുട്ടി കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. താരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ട്, പ്രേം നസീർ, ലാലേട്ടൻ, ഒരുപാട് വരും. അതിനകത്ത് ഞാനും സുജാതയും കൂടെ ഒരു പാട്ട് പാടിയായിരുന്നു. അങ്ങനെ എനിക്ക് മാഷുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോ കോഴിക്കോടായിരുന്നു, എൻ്റെ ചേട്ടനും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബന്ധമുണ്ട്. അല്ലാതെ തന്നെ ഈ സിനിമയാണ് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത്. അപ്പോൾ ഒരു വലിയ ലെജൻഡിന്റെ പാട്ടുകളാണ് നമ്മളിനി നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇനി വരാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് മോള പാടാൻ പോകുന്നു അല്ലേ? അതായത് അമ്പിളിക്കൊമ്പത്തെ പൊന്നുഞ്ഞാലി. അതെ. ആരാ എഴുതിയത്? എഴുതിയത് മുല്ലനേഴി സാർ. പാടിയത് ജാനകി അമ്മ. സിനിമ കാട്ടിലെ പാട്ട്. ഇയർ 1982. മീനൂട്ടി ജനിച്ച സമയം. അതെ. റിമുവിന് 30 വയസ്സോ? ഭാര്യ ചിത്രത്തിലെ അല്ല. 82 എന്ന് പറയുമ്പോ ഞാനിങ്ങനെ തയ്യാറെടുത്തിരിക്കുക. നെക്സ്റ്റ് ഇയർ ഐ എം വെയിറ്റിംഗ്. ചണ്ഡീഗഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അതറിയല്ലേ? 9 മാസത്തില് അമ്മ നിറവയറുമായി ചണ്ഡീഗഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന ട്രെയിനിൽ പ്രസവിക്കുമെന്ന് എല്ലാരും വിചാരിച്ചു. കറക്റ്റ് ആ പ്രസവിക്കുന്ന കറക്റ്റ് സമയം പാലാ ചെറുപുഷ്പ ആശുപത്രി. അതുവരെയും അതാണ് ഹിന്ദിയോട് എനിക്കുള്ള ഒരു ഇഷ്ടവും ഭക്ഷണവും ഒക്കെ. എനിക്ക് എന്തോ ഒരു യാത്ര ചെയ്യാനും ട്രെയിനാ ഇഷ്ടം. അമേരിക്കയിൽ പ്രോഗ്രാം വിളിച്ചപ്പോ ചോദിച്ചു ട്രെയിൻ ടിക്കറ്റ് എടുത്തു. അപ്പൊ റിമു ഇവിടെ ഒന്നും ജനിക്കേണ്ട ആളെ അല്ലായിരുന്നു. ഹിന്ദിക്കാരെ കാണുമ്പോ പെട്ടെന്ന് എനിക്ക് സ്വന്തം രക്തബന്ധം. ഷാരൂഖ് ഖാൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.